ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീക്കെൻഡിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീക്ക്ലി മീൽ പ്ലാനിങ്ങും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സാറ്റർഡേ ആയപ്പോഴേക്കും ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ആമി സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഉച്ചക്കലത്തെ ലഞ്ചിന് ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ മാസത്തിൽ 1-2 തവണയൊക്കെ വീക്കെൻഡിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളത് ാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ അണ്ണാനഗറിലുള്ള എൻ്റെ കേരളം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഉച്ചയ്ക്ക് ആമി സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഞാനിന്ന് ലഞ്ചൊന്നും വെച്ചില്ല വീട്ടിൽ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നേക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് അണ്ണാനഗറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നല്ല റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല കോസ്റ്റ്ലി ആയിരുന്നു. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സാധനം മേടിക്കാനാണെങ്കിൽ പോലും ഫസ്റ്റ് ഞാൻ പ്രൈസ് ടാഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. കൊച്ചിലെ തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ച് തന്ന് നമ്മളെ അങ്ങനെ ശീലിപ്പിക്കാത്തതുകൊണ്ടായിരിക്കാം അച്ഛൻ. അതുകൊണ്ടായിരിക്കണം ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് നോക്കിയിട്ട് മാത്രമാണ് എന്ത് സാധനം എടുക്കുകയുള്ളൂ, അതിൽ നമുക്ക് വർത്താണോ അല്ലയോ എന്നുള്ളതൊക്കെ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞതാണ് ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണ്, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹസ്ബൻഡിന് ഒരാഗ്രഹം ഞങ്ങളെ കൊണ്ട് ഇവിടെ വരണമെന്ന്. അപ്പോൾ കോസ്റ്റ്ലി ആണെന്നൊന്നും നോക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര അങ്ങോട്ട് ഫുഡൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരു നോർമലായിട്ടാണ് കേട്ടോ തോന്നിയത്. ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളും ഒന്നുമല്ല. പിന്നെ നല്ല കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെനു കാർഡ് കണ്ടപ്പോൾ തന്നെ അതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ തലശ്ശേരി ബിരിയാണിയും ഹസ്ബൻഡിന് പൊറോട്ടയും ബീഫാണ് മേടിച്ചത്. ഞാൻ ആമിയും കൂടി ഒരു ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. പിന്നെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡേറ്റ്സിൻ്റെ അച്ചാർ നല്ലതായിരുന്നു കേട്ടോ. അത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ബാക്കിയൊന്നും ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ അണ്ണാനഗറിൽ തന്നെയുള്ള നമ്മുടെ സന്തോഷ് സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നു ഇനി ഇവിടെ വരുമ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാമെന്ന്. അന്ന് നമ്മൾ ഡേറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് പോയില്ലേ, ആ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇന്നാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ജ്യൂസർ മേടിച്ചതും അതുപോലെ കുറേ സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ റീസെൻ്റായിട്ട് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ സന്തോഷ് സ്റ്റോറ് ശരിക്കും പറഞ്ഞാൽ നല്ല റേറ്റ് റീസണബിൾ റേറ്റാണ്. പിന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എല്ലാ മെറ്റീരിയൽസിൻ്റെയും റേറ്റ് നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ്. അതാണ് എനിക്കിവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു അണ്ണാനഗറിലുള്ള എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കടയായിരിക്കും ഇത്. ചെന്നൈയിലുള്ളവർക്ക് അറിയാമായിരിക്കും. ഇവിടെ വന്നപ്പോഴേക്കും സ്റ്റീൽ കടായിയും പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എറൗണ്ട് ഒരു 1500-2000 ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ആ റേറ്റിന് നല്ല വർത്താണ്. കാരണം അത്രയ്ക്കും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ കാരണം ഹസ്ബൻഡിന് ജിമ്മിൽ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡിറ്റോക്സ് വാട്ടർ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ബോട്ടിൽ എടുക്കാനാണ് വന്നത്. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ വേലാച്ചേരിയിലേക്കാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അണ്ണാനഗറിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നല്ല ദൂരം കൂടുതലാണ്. ഞങ്ങൾ അങ്ങനെ ഇവിടെ വരാറില്ല. ഫീനിക്സ് മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ലോങ് ട്രാവലൊന്നും അധികം ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. കാരണം എനിക്കിങ്ങനെ കുറേ നേരം ഈ നമ്മുടെ സ്കൂട്ടിയിൽ ഇരിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലോങ് ആയിട്ടുള്ള ട്രാവൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കുറേ നാളായിട്ട് ഞങ്ങളിത് മാറ്റി മാറ്റി വെച്ചിട്ട് ഇപ്പോഴാണ് ഇവിടെ വരാൻ പറ്റിയത്. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. വർഷത്തിൽ ഒരു തവണ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫീനിക്സ് മാള് ചെന്നൈയിലെ അത്യാവശ്യം വലിയ മാളാണ്. ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മുടെ 1-2 സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഉള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാളിൻ്റെ കൺസ്ട്രക്ഷൻ കാണുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രം ലുലു മാളാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പം ഞങ്ങൾ സാധാരണ എപ്പോഴും VR ചെന്നൈയിലെ മാളിലാണല്ലോ പോകുന്നത്. അവിടത്തെക്കാളും കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ഹസ്ബൻഡിന് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ കേരളം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഇവിടേക്ക് വന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ട് ഞാനും.
ആമിയൊക്കെ. അങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യം ഒരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മാംഗോ ജ്യൂസാണ് പറഞ്ഞത്, ഹസ്ബൻഡിന് ഒരു സാത്തുക്കുടി അതായത് മൊസമ്പി ഇല്ലേ അതിൻ്റെ ജ്യൂസാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡിൽ ഒരു ദിവസം ഇങ്ങനെ പുറത്ത് പോകാറുണ്ട്. ഞങ്ങൾ കൂടുതലും സാറ്റർഡേ ആണ് പോകുന്നത് പുറത്ത്. കാരണം സൺഡേ റെസ്റ്റ് എടുക്കും. ആമിക്ക് ട്യൂഷന് പോവേണ്ടതാണ് സാറ്റർഡേയും സൺഡേ ഒക്കെ. ഇന്നിപ്പോൾ ട്യൂഷന് വിട്ടിട്ടില്ല. അപ്പോൾ ആമിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും അവൾക്കൊന്ന് റിലാക്സ്ഡ് ആകും. കാരണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ദിവസവും വീക്ക് ഫുള്ളായിട്ട് വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ അങ്ങനെ പുറത്ത് പോകുന്നേക്കാളും വീട്ടിലിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഹസ്ബൻഡിന് ഇങ്ങനെ വീക്കെൻഡ് ആകുമ്പോഴേക്കും പുറത്ത് പോകണമെന്ന് ഇങ്ങനെ പറയും. പിന്നെ ഞാനും കൂടി കൂടും കേട്ടോ. ഞങ്ങളെയും കൊണ്ടേ പോകത്തുള്ളൂ, ഒറ്റയ്ക്കൊന്നും അങ്ങനെ ഹസ്ബൻഡ് പോകാറില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഇങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളിത് ഇതിനകത്ത് തന്നെ ക്രോസ് വേർഡ് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്, അതായത് ബുക്ക് സ്റ്റാളുണ്ട്. അപ്പോൾ ഇവിടേക്ക് ചുമ്മാ അതൊന്ന് കയറിയതാണ് കേട്ടോ. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊന്ന് കയറി നോക്കാം, എന്തെങ്കിലും മലയാളം ബുക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. ജസ്റ്റ് ചുമ്മാ ഒന്ന് വിൻഡോ ഷോപ്പിംഗ് പോലെ വന്നതാണ്, എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ലേ വന്നത്. അങ്ങനെ അവരോട് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞത് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ബുക്സ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ തന്നെ 50% ഓഫിന് ബുക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെക്ഷനിൽ നോക്കിയപ്പോഴേക്കും ഉണ്ട് ആമിയാണ് എനിക്ക് കാണിച്ചു തന്നത് അമ്മയുടെ മലയാളം ബുക്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അവൾക്ക് വായിക്കാൻ അറിയത്തില്ല, പക്ഷേ ലെറ്റേഴ്സ് കാണുമ്പോൾ അറിയാം അത് മലയാളമാണെന്ന്. അപ്പോൾ തമിഴിൻ്റെ ഇടയിൽ മലയാളം ഇരുന്ന് കണ്ടപ്പോഴേക്കും ഞാനിങ്ങനെ ഈ കണ്ടതിൻ്റെ ഈ കരിമ്പിൻകാട്ടിൽ കയറിയ ആനയെ പോലെ ഞാൻ ഓടി വന്ന് എല്ലാം കൂടി എടുത്തതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് ബുക്സ് ഇപ്പോൾ വായിക്കാനായിട്ട് പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഒരു കൗതുകം തോന്നി. മാത്രമല്ല എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ബുക്ക് ഈ ഒരിക്കലെന്ന് പറയുന്ന ബുക്ക് എൻ്റെ കയ്യിൽ ഉണ്ട്, ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഈ കാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ അതെനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, അശ്വതി ശ്രീകാന്തിൻ്റെയാണ്. പിന്നെ ഈ KR മീരയുടെ ബുക്സാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം, പിന്നെ പാത്തുമ്മയുടെ ആട്, ബഷീറിൻ്റെ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് 2-3 ബുക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ എടുത്തതെന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ മാളിൽ നിന്നൊക്കെ എടുക്കുമ്പോഴേക്കും നല്ല റേറ്റ് കൂടുതലാണ്. ഇവിടെ പ്രത്യേകിച്ച് മലയാളം ബുക്സ് ഞാൻ അങ്ങനെ ഒരു മാളിലും കണ്ടിട്ടില്ല. പക്ഷേ ഈ ബുക്സിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഒരു 130, 120 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റേറ്റും കൂടി കുറവായത് കൊണ്ടാണ് ഞാൻ എടുത്തത്, ഇല്ലെങ്കിൽ എടുക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു 3 ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് സ്റ്റാളിൽ കയറണം കേട്ടോ. നിങ്ങൾ ഇവിടെ അടുത്തുള്ളവരാരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മലയാളം ബുക്സ് അവിടെ ഉണ്ട്. 50% ഓഫിൽ കൊടുക്കുന്ന തമിഴ് ലാംഗ്വേജ് ബുക്സിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. കാണും കേട്ടോ. ശരിക്കും സിനിമ കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ജുറാസിക് വേൾഡ് കാണാനാണ് വന്നത്. 3D ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. കാരണം ഈവനിങ് 6 മണിക്ക് എന്തോ ആയിരുന്നു കേട്ടോ ഷോ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, 6 മണിക്കോ 6:30 എന്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകണം. നല്ല ദൂരമുണ്ട്. അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുമില്ല. തിയേറ്ററിൽ നിന്നൊന്നും ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു. സാധാരണ എപ്പോഴും എന്തെങ്കിലും തിയേറ്ററിൽ നിന്ന് കഴിക്കുന്നതാണ്. അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ വരുന്ന വഴിയിൽ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്, അതായത് ഈ ഫീനിക്സ് മാളിൻ്റെ അടുത്ത് തന്നെയാണ് ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. ഇത് ചെന്നൈയിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വരുന്ന ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ്, പക്ഷേ എനിക്ക് ഇവിടത്തെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് ഈ ഒരു മെനു കാർഡിൽ കൊടുത്തേക്കുന്നത്. മെനു കാർഡല്ല, ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ വെച്ചേക്കുമല്ലോ പേപ്പർ, അതിലാണ് അവരുടെ റെസിപ്പീസൊക്കെ. ഞങ്ങൾ ഒരു ഹസ്ബൻഡിന് ഒരു മട്ടൻ ബിരിയാണിയും പറഞ്ഞു, എനിക്കും ആമിക്കും ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് ഞാനും ആമിയും കൂടി ഷെയർ ചെയ്ത് എടുത്തേട്ടാ. പിന്നെ ഹസ്ബൻഡിൻ്റെന്ന് ഞങ്ങൾ റൈസും കൂടിയൊക്കെ ഷെയർ ചെയ്തെടുക്കും. ഞങ്ങളെപ്പോഴും ഒരുമിച്ച് പോകുമ്പോഴേക്കും ബിരിയാണി മേടിക്കുമ്പോൾ 2 എണ്ണം മേടിച്ചിട്ട് റൈസ് ഞങ്ങൾ 3 പേരും കൂടി ഈ 2-ൽ നിന്നും ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബിരിയാണിയുടെ കൂടെ ഈ ഒരു ഗ്രേവി തന്നായിരുന്നു കേട്ടോ, ഇത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഈ റൈസിന് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇതുവരേക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നമ്മുടെ നോർമൽ ബിരിയാണിയാണ്, ചെന്നൈ ബിരിയാണിയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. സൺഡേ ഈവനിങ് ആണ് പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത്.
പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാത്തത്. മാത്രമല്ല ഞാനങ്ങനെ വീക്കെൻഡിൽ അധികം വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഈവനിങ് ആയപ്പോഴേക്കും ഞാൻ കുറച്ച് പ്രിപ്സ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ബാദാമും ഓട്സും കൂടി ഇട്ടിട്ടുള്ളൊരു ലഡുവാണ് കേട്ടോ. അപ്പോൾ ആമിക്ക് സ്കൂളിൽ സ്നാക്സിന് കൊടുത്തു വിടാനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം ഏതെങ്കിലും ഒരു വ്ളോഗിൽ. പിന്നെ ദോശമാവിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ സൺഡേ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പുറത്ത് പോവാത്തതും. കാരണം സൺഡേ ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ മൺഡേ രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രമല്ല ഒരു സ്പീഡ് കിട്ടത്തില്ല കേട്ടോ. പിന്നെ തലേ ദിവസം ഇതുപോലെ കുറച്ച് പ്രിപ്സ് ഒക്കെ ചെയ്ത് വെക്കാനായിട്ട് കാണും. പിന്നെ ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ടല്ലേ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്നത്. സെപ്റ്റോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഗ്രോസറീസും വെജിറ്റബിൾസും ഒക്കെ ഞങ്ങൾ ഈ മാസം എടുത്തത് സെപ്റ്റോ വഴിയാണ് എടുത്തത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അവരുടെ പാക്കിങ്ങും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഇതിൻ്റെ ഒരു ഹബ്ബൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം എടുത്ത് നോക്കിയപ്പോഴേക്കും നന്നായിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ഒന്നും കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സെപ്റ്റോയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ല റേറ്റ് കുറവാണ്. അതായത് ഓരോ വെജിറ്റബിൾസിനും ഇപ്പോൾ ഞങ്ങൾ അതായത് മാർക്കറ്റിൽ പോയിട്ട് 1/4 കിലോ വെച്ചിട്ടാണ് എല്ലാം മേടിക്കുന്നത്. മാർക്കറ്റിലെ റേറ്റിനേക്കാളും ഈ ഓൺലൈനിൽ എടുത്തപ്പോൾ എല്ലാത്തിനും 4 രൂപ 5 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കുമ്പോഴേക്കും ആ ഒരു ഡിഫറൻസ് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ക്വാളിറ്റി നല്ല ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയാണ്. എനിക്കാണെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ ഇത്രയും നല്ല വെജിറ്റബിൾസ് നോക്കി എടുക്കാനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും ഇതാണ് ലാഭമായിട്ട് തോന്നിയത്. പെട്ടെന്ന് ഇങ്ങനെ ഹസ്ബൻഡിന് പുറത്ത് പോയി മേടിക്കാൻ പറ്റാതിരിക്കും, അല്ലെങ്കിൽ അർജൻറ്റിന് എന്തെങ്കിലും പോകാനായിട്ട് മിക്കവാറും ഹസ്ബൻഡിന് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നത്. അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് ഉപകാരമായിരിക്കുമല്ലോ. അത്യാവശ്യം വേണ്ടുന്ന 2 ആഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഞാനിങ്ങനെ മീൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴേക്കും ഓർഡർ കൊടുത്തു. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ 6 മിനിറ്റിനുള്ളിലാണ് അവർ ഡെലിവറി ചെയ്യുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വീട്ടിൽ സാധനങ്ങളെല്ലാം കൊണ്ടുതരും. പിന്നെ എനിക്ക് ഈ ഒരു സെപ്റ്റോയിൽ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു ഉപകാരം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് വേറുള്ള ബോക്സുകളിലാക്കേണ്ടി വരുന്നില്ല കേട്ടോ. കാരണം ഈ പ്ലാസ്റ്റിക് കവറുകളിൽ ഇട്ട് വെച്ചേക്കുന്നതിൽ തന്നെ ഹോൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞിട്ടില്ലേ ഞാൻ വെജിറ്റബിൾസ് ഈ ഒരു പാഴ്സൽ ബോക്സിലാണ് വെക്കുന്നതെന്ന്. അതിൽ തികയാതെ വരുന്നതൊക്കെ അവരുടെ ആ പാക്കറ്റിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാൻ എപ്പോഴും കത്തിരിക്കയുടെ മേൽ പോർഷൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. കുറേ നാൾ കേടാകാതിരിക്കും. അതുപോലെ തന്നെ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് മേലെയുള്ള തൊലി ഒന്ന് ചെത്തിയിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ചപ്പോഴും ക്യാരറ്റും ഒരുപാട് നാൾ കേടാവാതിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് പുറം ഭാഗം ഒന്ന് കറുത്തതുപോലെ ആവുമെങ്കിലും ക്യാരറ്റിൻ്റെ ഉൾഭാഗം അഴുകിയൊന്നും പോകത്തില്ല, നല്ല നീറ്റായിട്ട് ഇരിക്കും. എത്ര നാൾ ഇപ്പോൾ 2 ആഴ്ചയോളം ആയിട്ടും ഈ വെജിറ്റബിൾസിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ മേൽ പോർഷൻ ചെത്തിക്കളയും. പിന്നെ ബാലൻസ് ഉള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതുപോലെ അങ്ങനെ തന്നെ ആ കവറിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി മേടിച്ചത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, സെപ്റ്റോ നിന്ന് മേടിച്ചിട്ടുണ്ട്. ബ്ലിങ്കിറ്റും സെപ്റ്റോയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ ബ്ലിങ്കിറ്റിൽ നിന്ന് ഇതുവരെ എടുത്തിട്ടില്ല, സെപ്റ്റോയിൽ നിന്നാണ് ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും കിട്ടിയിട്ടുണ്ട്. മഷ്റൂമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ മഷ്റൂമൊന്നും എപ്പോഴും മേടിക്കാറില്ല. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മഷ്റൂം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെയല്ല. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നപ്പോഴും ഒന്നും 2-3 ദിവസം കഴിഞ്ഞപ്പോഴും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴം എപ്പോഴും ഇതുപോലെ പകുതി പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് പഴുത്തത് ഞങ്ങൾ എടുക്കാറില്ല. കടയിലാണെങ്കിൽ ഇങ്ങനത്തത് കിട്ടത്തുമില്ല. അപ്പോൾ ഇതാകുമ്പോഴേക്കും 2-3 ദിവസം കഴിഞ്ഞാലും കറക്റ്റായിട്ട് പാകമായിട്ട് വരും. അപ്പോൾ അതുവരെ ആമിക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കാണും. പിന്നെ സ്കൂളിൽ ഞാൻ അധികം അവൾക്ക് അങ്ങനെ പഴം കൊടുത്ത് വിടാറില്ല. വീട്ടിൽ വരുമ്പോഴേക്കും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ പുഴുങ്ങി കൊടുക്കും. സ്കൂളിൽ അധികം പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നത് കുറവാണ് അമ്മയ്ക്ക്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട ഞങ്ങൾക്ക് എപ്പോഴും ഒന്നും ഇങ്ങനെ മേടിക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പം ഈ സെപ്റ്റോയിൽ ഓർഡർ ചെയ്തതിന് ശേഷം ഈ ഒരു 12 മുട്ടയുടെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ചയോളം ആമിക്ക് ഡെയിലി വറുത്ത് കൊടുക്കാനുള്ളത് ആവുന്നുണ്ട്. അപ്പോൾ അതും എനിക്കൊരു ഉപകാരമായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഞങ്ങൾക്കും ഇടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ കറികൾ കുറവാണെങ്കിൽ ഇതിൽ നിന്നൊരു മുട്ടയെടുത്തൊരു ഓംലെറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫുള്ളായിട്ട് മുട്ട നിറഞ്ഞിരിക്കുന്നത് കേട്ടോ. മുട്ടയൊന്നും ഞങ്ങൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. പിന്നെ എല്ലാ വെജിറ്റബിൾസും ഞാൻ അതാത് സ്ഥാനത്ത് തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ലാസ്റ്റാണ് വന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു മഷ്റൂം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മഷ്റൂം
ക്ലീൻ ചെയ്യുന്നതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ഈ മഷ്റൂം ചെയ്യുന്നതിൻ്റെ ഒരു മഷ്റൂം റൈസിൻ്റെ റെസിപ്പി 2-3 ആഴ്ച മുന്നേ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാമിക്ക് പിന്നെയും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. പിന്നെ മഷ്റൂം മസാലയായിട്ട് ചെയ്യാം, മഷ്റൂം ഫ്രൈഡ് റൈസ് ചെയ്യാം, മഷ്റൂമിൽ റൈസ് ചെയ്യാം, മഷ്റൂം ബിരിയാണി ചെയ്യാം, പിന്നെ മഷ്റൂം ദോശ ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ മഷ്റൂമിൽ തന്നെ റെസിപ്പീസ് ചെയ്യാൻ പറ്റും കേട്ടോ. റെസിപ്പീസൊക്കെ ഞാൻ വരുന്ന വ്ളോഗുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മഷ്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സിലുള്ളത് നല്ല വലുതും ഒന്നിലുള്ളത് കുറച്ച് ചെറുതായിരുന്നു കേട്ടോ സൈസ്. അപ്പോൾ മഷ്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കുട പോലെയല്ലേ ഇരിക്കുന്നത്, അതിൻ്റെ അടിഭാഗത്തുള്ള അതിൻ്റെ കാമ്പുണ്ടല്ലോ, തണ്ട്, അതിനെ നമ്മൾ ഫസ്റ്റ് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇങ്ങനെ അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കും ഇങ്ങനെ സ്കിൻ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് മഷ്റൂം ഞാൻ മേടിച്ചപ്പോഴേക്കും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് കഴുകുകയാണ് ചെയ്തത്. പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെയല്ല, ഇതുപോലെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന്. കാരണം അതിൻ്റെ പുറം ഭാഗത്ത് ഒരുപാട് മണ്ണും അഴുക്കുമൊക്കെ കാണും. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴുകിയാലും ആ മണ്ണും അഴുക്കൊന്നും പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മേലെയുള്ള സ്കിൻ ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. പിന്നെ ചെറുതായിട്ട് അതിൽ അഴുക്ക് പറ്റി ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മഷ്റൂം ക്ലീൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കറുത്ത കളറിലിരിക്കും, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അത് നമുക്ക് അങ്ങനെ തന്നെ മുഴുവനോടെ ഇട്ടിട്ട് കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയോ ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കുക്ക് ചെയ്യുന്നത് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കത്തില്ല, നെക്സ്റ്റ് വ്ളോഗിൽ വരും. പിന്നെ നമ്മൾ അടിഭാഗത്ത് നിന്നെടുത്ത് അതിൻ്റെ കാമ്പുണ്ടല്ലോ, തണ്ട്, അപ്പോൾ അതും കൂടി മേലെ നിന്ന് ഇങ്ങനെ ചെത്തി കളയാം. കൈ കൊണ്ട് നുള്ളി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് മഷ്റൂം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പയ്യെ ഇരുന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ നേരത്തെ ചെയ്ത് വെക്കോ അത്രത്തോളം നമുക്ക് രാവിലത്തേക്ക് ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ ഈ മഷ്റൂമൊക്കെ രാവിലെ ഇരുന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതെപ്പോഴും ക്ലീൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ എപ്പോഴാണോ നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് റെസിപ്പീസ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പിന്നെ ഡിന്നറിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും കൂടി ഇതിനിടയിൽ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന്. കാരണം ഏകദേശം തീരാറായപ്പോഴാണ് ഹസ്ബൻഡ് എത്തിയത്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമ്മളിത് കഴുകേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇതിലുള്ള എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു തൊലി ഉണ്ടല്ലോ, അത് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സൈസിലാണ് സ്ലൈസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മഷ്റൂം മസാല ചെയ്യാനും ഒരു ദിവസത്തേക്ക് ബിരിയാണിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തപ്പോഴേക്കും ഉണ്ട് ഈ ഒരു ബോക്സിൽ നിൽക്കുന്നില്ല. പിന്നെ വേറെ ഒരു ബോക്സിലും കൂടി ആക്കിയിട്ട് 2 ബോക്സുകളിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. എനിക്കിതിപ്പോൾ നെക്സ്റ്റ് ഡേ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് മഷ്റൂം മസാല ചെയ്യാനാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഞാനിപ്പോൾ എല്ലാ വെജിറ്റബിൾസൊന്നും കട്ട് ചെയ്തെടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓരോ ദിവസവും ചെയ്യാനുള്ളതിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ മീൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ലഞ്ച് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പകൽ സമയം എനിക്ക് ഒരുപാട് ടൈം കിട്ടാറുണ്ട്. ഇതുപോലൊരു മീൽ പ്ലാനിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരുപാട് ഈസിയാണ്. കുട്ടികളെ രാവിലെ ടെൻഷൻ അടിച്ച് സ്കൂളിൽ വിടേണ്ട കാര്യമില്ല. എന്തുണ്ടാക്കുമെന്ന് നമുക്ക് അങ്ങനെ ആലോചിച്ച് തലപോകേണ്ട കാര്യമില്ല. ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ എന്താണോ കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു മെനു നിങ്ങൾ തയ്യാറാക്കുക കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു മെനു പ്ലാനാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ബീൻസും ക്യാരറ്റും കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ഇതുപോലൊരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പതിവ് പോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ദോശമാവ് പൊളിച്ച് വന്നേക്കുകയാണ്. അപ്പോൾ ഇത് ഞാനെടുത്തിന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കിടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ അടുത്ത വ്ളോഗിൽ ബുധനാഴ്ച കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് നമ്മളൊരു മീൽ പ്ലാനിങ് ചെയ്ത് വെക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഫുഡ് വേസ്റ്റേജ് ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എടുത്ത് കളയേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിങ്ങനെ യൂസ് ചെയ്ത് അവസാനം അങ്ങനെ ഭക്ഷണം കഴിച്ച അസുഖങ്ങളൊക്കെ വരത്തില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നല്ലൊരു മീൽ പ്ലാനിങ് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഇഷ്ടം എന്താണ്. നിങ്ങളിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഒരു
വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വീട്ടിൽ ആൾക്കാർ കഴിക്കുന്നതിനനുസരിച്ച് ഒരു പ്ലാനിങ് തയ്യാറാക്കി വെക്കുക കേട്ടോ. ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ വരുന്ന വ്ളോഗിൽ ഞാൻ നെക്സ്റ്റ് ഡേ എന്തൊക്കെയാണ് ചെയ്യുന്നത്, മൺഡേ എന്താണ് ആമി കൊണ്ടുപോകുന്നതെന്നൊക്കെ ലഞ്ച് ബോക്സ് ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.